ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി അമ്മായിമ്മ സ്നേഹം കാണിച്ച് ശ്രുതിയെയും കൂടി പട്ടിണിക്ക് ഇട്ടിരിക്കുക. ലാസ്റ്റ് ആണെങ്കിൽ ശ്രുതിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. രേവതി അവിടെ നിൽക്കുമ്പോൾ രേവതിയോട് ഓടി ചെന്നിട്ട് അതെ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളമെങ്കിലും തരാവോ. അപ്പോൾ ചൂടുവെള്ളം ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട് എന്ന് നമ്മൾ രേവതി പറഞ്ഞു. ഓഹോ, ഇനി അത് ഞാൻ തന്നെ പോയെടുത്ത് കുടിക്കണമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി. അപ്പോൾ എന്തെടുത്ത് കുടിച്ചാൽ നിങ്ങൾക്ക് കൈയൊക്കെ ഇല്ലേന്ന് ചോദിച്ചു രേവതി. ഉണ്ട്, 2 കൈയുണ്ട്, ഞാൻ തന്നെ പോയി എടുത്ത് കുടിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് മാറങ്ങോട്ടെന്നും പറഞ്ഞിട്ട് രേവതിയെ പിടിച്ച് തള്ളി വെച്ചിട്ട് നമ്മുടെ ശ്രുതി ചൂടുവെള്ളം എടുത്ത് കുടിക്കാനായിട്ട് അങ്ങ് പോവുക, നാശം പിടിക്കാനായിട്ട്. ഓ എൻ്റെ പൊന്നേന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് പാത്രമൊക്കെ പൊക്കി നോക്കുക. അപ്പോൾ കറിയൊക്കെ ഇരിക്കുന്നു പറഞ്ഞിട്ട് സഹിക്കുന്നില്ല ഏട്ടാ ശ്രുതിക്ക്. ഹോ എൻ്റെ ദൈവമേ, ചൂടുവെള്ളം എങ്കിൽ ചൂടുവെള്ളമെന്നും പറഞ്ഞുകൊണ്ട് ഇതേ ചൂടുവെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുക. ചൂടുവെള്ളം കുടിച്ച് വിശപ്പെടുക്കാനായിരിക്കും എൻ്റെ വിധിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നിന്ന് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ശ്രുതി ഭയങ്കര ദയനീയമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ രേവതി അവിടെ നിന്ന് സച്ചേട്ടൻ എന്താ വരാത്തെ, അദ്ദേഹം എവിടെ പോയതാണാവോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. അവൻ പുറത്തു നിന്ന് നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ പോയത്, അല്ലാണ്ട് അവിടെ പോയതാണെന്ന് രേവതിയോട് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ രേവതി ഒരു നോട്ടം. ശ്രുതി ഒന്ന് മേടിച്ചു. ശ്രുതി പിന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. വേണ്ടായിരുന്നു എന്നും പറഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് നല്ലൊരു മണം വരുന്നേ. അപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ മണമാണല്ലോ വരുന്നത്. അപ്പോഴേക്കും അച്ഛനും സ്മെല്ല് പിടിക്കാൻ തുടങ്ങി. ശരിയാണല്ലോ, അയ്യോ ചിക്കൻ ബിരിയാണിയുടെ മണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് എവിടെ നിന്ന് ഈ ചിക്കൻ ബിരിയാണിയുടെ മണം അടിക്കുന്നതെന്ന് പറഞ്ഞ് ശ്രുതി എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നീളത്തിലുള്ള ഇലയും പാത്രമൊക്കെ ആയിട്ട് നമ്മുടെ സച്ചി കയറി വരുന്നു. ഓട്ടക്കാരാ എന്നും പറഞ്ഞ് വിളിച്ച്, നിനക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ബിരിയാണിയുടെ മണം അടിക്കുമെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. വടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോവാം. ശരിയാണല്ലോ, ബിരിയാണി അച്ഛ ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് ബിരിയാണി വെച്ചു. ഇതെന്ത് സച്ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ഇത് ബിരിയാണിയാ, നീ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. ഇതൊക്കെ എന്തിനാണ് ഇവിടുത്തെ എടുത്ത് മാറ്റുന്നത്, പിന്നെ ബിരിയാണി എവിടെ ഇരുന്ന് കഴിക്കും, നീ ഇതൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കൊണ്ട് മാറ്റി വെപ്പിക്കുന്നു. ആ സമയത്ത് അച്ഛാ നമ്മളൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുന്നു, അവൻ മാത്രം ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്നു, അതും ദേ ബക്കറ്റ് ബിരിയാണി, ഇതൊക്കെ ശരിയായ കാര്യമാണോ അച്ഛാ എന്നും ചോദിച്ചുകൊണ്ട് സച്ചിയെ കുറ്റം പറയും നമ്മുടെ ശ്രുതി അവിടെ നിന്ന് അച്ഛനോട്. ആ സമയത്ത് എന്നെ കണ്ട നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്ന് രേവതി ചോദിച്ചു. അപ്പോൾ അതെ, ഈ അക്വേറിയത്തിൽ നീന്തി തുടിക്കുന്ന ഗോൾഡ് ഫിഷ് പോലെ തോന്നുമെന്ന് സച്ചി. അപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇതൊക്കെ, നിങ്ങൾ എന്തിനാ ഇപ്പോൾ പോയി ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു. ഞാൻ ഈ ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റായി പോവില്ലേ, അപ്പോൾ അതെങ്ങനെ വേസ്റ്റ് ആകും, ഇതൊക്കെ നമുക്ക് രാത്രിയും കഴിക്കാമല്ലോ, പിന്നെന്താ കുഴപ്പം. എൻ്റെ രേവതി ഇത് ബിരിയാണി അല്ല, പിന്നെന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി നേരത്തേക്കും ദേ പറന്നു വരുന്നു. എടാ കള്ളം പറയാതെടാ, നല്ല ബിരിയാണിയുടെ വാസന തന്നെയാണ് വരുന്നതെന്ന് ശ്രുതി. അപ്പോൾ വെറും ബിരിയാണി അല്ലടാ ഇതൊരു പ്രസാദം കൂടിയാണെന്ന് പറഞ്ഞു. പ്രസാദമോ, ഏത് ക്ഷേത്രത്തിലാടാ ബിരിയാണി പ്രസാദമായിട്ട് തരുന്നത്? എടാ ഇത് ക്ഷേത്രത്തിലെ പ്രസാദം അല്ലടാ രേവതി, നീ ഇതൊക്കെ വേഗം മാറ്റി വയ്ക്കുക, ആ വെള്ളം ഇതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക, പെട്ടെന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് സച്ചി എന്നെ അതെല്ലാം എടുത്ത് മാറ്റി വെക്കാനായിട്ട് രേവതിയോടെ കൂടി. പിന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാം എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഈ ഡൈനിങ് ടേബിളിൽ ഈ ഇല കൊണ്ടുവന്ന് നിരത്തി അങ്ങ് നോക്കിയപ്പോൾ രേവതിയും സച്ചി ഇതൊക്കെ ചെയ്യുന്നത് എത്തി വലിഞ്ഞ് ശ്രുതിയും ചന്ദ്രമതിയും കൂടെ ഇങ്ങനെ നോക്കുക. അപ്പം നീളത്തിൽ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നമ്മുടെ സച്ചി ആ ഇലകൾ ഇങ്ങനെ വിരിച്ചിട്ടു. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ശ്രുതിക്ക് ഇതൊക്കെ ഒരു കൗതുകമാണ്. പിന്നെ ബക്കറ്റ് ബിരിയാണി ഉണ്ടല്ലോ കൊണ്ടുവന്ന് ആ ഇലയിലേക്ക് അങ്ങ് തട്ടി അങ്ങ് ഇടും, അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് ശ്രുതി ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കും. അപ്പോൾ രേവതി അതിനുള്ള സലാഡുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നു. ശ്രുതിയും ചന്ദ്രമതി അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാം. എന്നിട്ട് അവിടെ ഇവിടെയെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കാണിച്ചും കൊതിപ്പിച്ച് നമ്മുടെ സച്ചി അതിനകത്തോടെയൊക്കെ ഇങ്ങനെ വാരി വെതറുവാണ് ഓരോ സാധനങ്ങൾ. എന്നിട്ട് രേവതിയെ കൊണ്ട് സ്പൂണും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചു. ചന്ദ്രമതിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ചന്ദ്രമതി ഇപ്പോൾ എന്നെ കാണിക്കുന്നേ എന്നിങ്ങനെ ആലോചിച്ച് അവിടെ ഇരിക്കാം. എന്നിട്ട് ദേ നമ്മുടെ സച്ചി ആണെങ്കിൽ ഇവരെ നോക്കി എന്ന് പറഞ്ഞ ചിരിയൊക്കെ ചിരിച്ച് പിന്നെ ഇടയ്ക്ക് അവരെ നോക്കും. പിന്നെ അച്ചാറ് വിളമ്പുന്നു. അപ്പോൾ നിങ്ങൾക്കിത് എന്താ പറ്റിയ സച്ചേട്ടാ എന്ന് രേവതി അന്നേരം ചോദിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ നോർമലാണ്, എല്ലാവർക്കും ഇത് കഴിക്കാമെന്ന് സച്ചി പറഞ്ഞു. എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുന്നതിനേക്കാളും വലിയ മനുഷ്യത്വം ഇല്ലെന്ന് എൻ്റെ അച്ഛമ്മ പറയാറുണ്ടെന്ന് നമ്മുടെ സച്ചി പറയാപ്പോൾ തന്നെ അച്ഛന് കാര്യം മനസ്സിലായി, ഇവൻ പണി കൊടുത്തതാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഭക്ഷണം ഞങ്ങൾക്ക് തരാനായി എല്ലുമുറിയ മണ്ണിൽ പണിയെടുത്ത ഞങ്ങളെ അറിയാത്ത കർഷകരെ നന്ദി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ നിൽക്കുമ്പോൾ എടാ നീ ഇത് ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോടാ എന്ന് സച്ചിയോടെ ശ്രുതി. അതേടാ നീ എല്ലാവരും പോയി വിളിച്ചോണ്ട് വാടാ എന്നും പറഞ്ഞ ശ്രുതി. അപ്പോഴേക്കും അമ്മേ അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഓടി ചെല്ലും കേട്ടോ. അമ്മേ അച്ഛാ വാ കഴിക്കാം, ബിരിയാണി കഴിക്കാം, വാ എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പോൾ ശ്രുതി നല്ല അസ്വല് ബിരിയാണിയാണെന്ന് കണ്ട തന്നെ അറിയാം, മിസ്സാക്കല്ലേ, വാ എന്ന് പറഞ്ഞ് ശ്രുതി വിളിക്കുവാണ്. അപ്പോൾ അവൻ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നത് കണ്ടില്ലേ, എന്താ അതിൻ്റെ ഒരു വാസന, അമ്മ കഴിക്കാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ടായി നമ്മുടെ ശ്രുതി അവിടെ ചെന്ന് ഇവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാം. ശ്രുതി നീ എങ്കിലും വാന്ന് പറഞ്ഞ് ശ്രുതിയെ പിടിച്ച് വലിക്കുമ്പോൾ വീട് ശ്രുതി ആക്രമണം കാണിക്കാതെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ശ്രുതി അവിടെ പിടിച്ചു വലിച്ചിരുത്തി. അമ്മ കഴിക്കാം അമ്മയെന്നും പറഞ്ഞ് നമ്മുടെ
സുധി. അപ്പോൾ അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാൻ കഴിക്കണമെന്നുണ്ടോ എന്ന് നമ്മുടെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ ആര് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ എന്താ അമ്മ കുഴപ്പം, കഴിച്ചാൽ പോരെ അമ്മയെന്നും പറഞ്ഞ് സുധി അവിടെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ രേവതിക്ക് വിഷമമായി. പെട്ടെന്ന് തന്നെ സച്ചി ഓടി അങ്ങോട്ടേക്ക് ചെന്നു. അച്ഛാ വാ അച്ഛാ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ അമ്മ കഴിക്കുന്നില്ലല്ലോ, നിൻ്റെ അമ്മ കഴിച്ചാൽ ഞാനും കഴിക്കും എന്ന് അച്ഛൻ വാ അച്ഛാ ഞാൻ എല്ലാവർക്കും വേണ്ടി വിളമ്പി വെച്ചില്ലേ, വാ അച്ഛാ എന്ന് പറഞ്ഞ് സച്ചി. അപ്പോൾ രേവതി അതെ അച്ഛാ വാ അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അവൾ കളിക്കാതെ ഞാൻ നിങ്ങളെ കഴിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ. അപ്പോൾ വാ അച്ഛാ അമ്മ വന്നോളൂ അച്ഛാ വാ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അച്ഛനെ വിളിച്ചുകൊണ്ട് പോകണം. നീ വരുന്നില്ലേ ചന്ദ്രയെന്ന് രവിയേട്ടൻ ചോദിച്ചു. ഞാനും വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ഇരിക്കുമ്പോൾ സച്ചി രവിയേട്ടനെ വലിച്ചുകൊണ്ട് പോവുക. നീ അച്ഛൻ പോയി ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് സുധി അവിടെ ഇരിക്കുന്നു. അച്ഛൻ ഇങ്ങനെ വന്നേച്ച വാ അച്ഛാ എന്ന് പറഞ്ഞാൽ അച്ഛനെ അവിടെ കൊണ്ടുവന്നങ്ങ് ഇരുത്തി. നല്ല വാസനുണ്ടല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ചെന്നിരിക്കും. കൊള്ളാലോടാ ഇത് അടിപൊളിയാണല്ലോടാ എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പം എന്നും നമ്മുടെ വീട്ടിൽ പൂക്കളുടെ മണമല്ലേ ഉണ്ടാവാറ്, ഇന്നേ ബിരിയാണിയുടെ മണമാണ്. നോക്കച്ച എന്താ റൈസ് എന്താ പീസ് എന്താ അച്ചാർ നോക്കച്ചാന്നും പറഞ്ഞ് നമ്മുടെ സച്ചി. എന്നിട്ട് ഇവരെ നോക്കി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക. ചന്ദ്രമതിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. ചന്ദ്രമതി ഇങ്ങനെ ഓട്ടക്കണ്ടിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ, എങ്ങനെയാ അത് അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാ, കഴിക്കണോ വേട്ടയോ ഇതൊക്കെ ഉള്ളതില്ല. നേരത്തേനും ചന്ദ്രമതി ഇരിക്കുന്നത് കണ്ട് നമ്മുടെ ശ്രുതി പറയാണ്, ശ്രുതി നീ ഇങ്ങോട്ട് വന്നേ, ആഹാരത്തിനോടാണ് നിന്റെ വാശി കാണിക്കുന്നത്, വന്നേടി ഇങ്ങോട്ട്, ആന ദൈവമാണെന്ന് പറഞ്ഞു കേട്ടില്ലടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ വഴക്ക് പറഞ്ഞ് ശ്രുതിയും കൊണ്ട് പോവുക. അവിടെ ചെന്നപ്പോൾ ഈ ബിരിയാണി കണ്ടതും ശ്രുതിയുടെയും കിളി പോയി. അപ്പോൾ ഈ സച്ചിയെയും രേവതിയെയും കണ്ടപ്പോൾ അതിനേക്കാളും വലിയ നാണക്കേടായിട്ടോ അച്ചാത്ത ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയുടെ നേരെ കാണിക്കുന്നുണ്ട്. കഴിച്ചോ എന്നുള്ള രീതിയിൽ നമ്മുടെ സച്ചി ശ്രുതി ആ ബിരിയാണി കഴിക്കാവെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ശ്രുതി വിളിക്കുന്നു. അപ്പോഴാണ് ശ്രുതി ഇതിലേക്ക് നോക്കുന്നത്. അയ്യോ കളറുള്ള ഇതൊക്കെ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും കൺട്രോൾ പോയി ശ്രുതിയുടെ. ചന്ദ്രമതിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പ് കുറയ്ക്കുന്നില്ല, ശ്രുതിയാണെങ്കിൽ വെള്ളം ഇറക്കി മടുത്തു. അങ്ങനെ സച്ചി ഇത്രയും വലിയൊരു പണി കൊടുക്കുമെന്ന് ഇവരാരും വിചാരിച്ചതുമില്ല. ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് കള്ളിയെപ്പോലെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ശ്രുതി വന്നു ചന്ദ്രയുടെ അടുത്തേക്ക്. നല്ല മണം ഉണ്ടല്ലേ ആൻറ്റി, പിന്നെ ബിരിയാണിക്ക് മണം ഇല്ലാണ്ടിരിക്കുമെന്ന് ചന്ദ്ര. ആൻറ്റിക്ക് വിശക്കുന്നില്ലേ, നമുക്ക് കഴിച്ചാലോ എന്ന് ശ്രുതി ചന്ദ്രയോട് ചോദിക്കാം. വിശക്കുന്നൊക്കെ ഉണ്ട് എനിക്ക്, അതൊന്നും പ്രശ്നമല്ല, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ അതൊക്കെ ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര നടക്കാൻ പോകാൻ നോക്കുക. അങ്ങനെ നടക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ചന്ദ്ര ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നെടുനീളം കിടക്കുന്ന ആ ഒരു ബിരിയാണി കണ്ടു. അപ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണ് തള്ളി. അപ്പോൾ സച്ചി ഇത് കണ്ടിട്ട് അച്ഛാ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനും അവിടെ ഇരിക്കാം. എന്നിട്ട് അമ്മ അത് കണ്ടിട്ട് കാണാത്ത മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ. തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അച്ഛനും രണ്ട് മക്കളും കൂടെ ബിരിയാണിയുടെ ചോട്ടിലിരിക്കുമ്പോൾ എടാ ശ്രുതി ഇവിടെ വന്നിരുന്ന് കഴിക്കടാ എന്ന് അച്ഛൻ വിളിച്ചു. അപ്പോൾ ശ്രുതി പോകാൻ നോക്കുക, അച്ഛനെ അനുസരിക്കണമെന്ന് പറഞ്ഞ് പോകാൻ നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും പോകാൻ നോക്കുക. അപ്പോഴത്തേക്കും ചന്ദ്ര ഇവരെ നോക്കി. ഞാൻ ഇവിടെ നിന്നോളാം അച്ഛാ എന്ന് ചന്ദ്ര നോക്കിയപ്പോൾ ശ്രുതി. ആ സമയത്ത് ചന്ദ്രയ്ക്കാണെങ്കിലും വിശന്നിട്ട് പാടില്ല. ചന്ദ്രനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. ആ സമയത്ത് ആൻറ്റി ലേറ്റായി ഭക്ഷണം കഴിച്ച BP വരും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞു. അപ്പോഴത്തേക്ക് അതെ എന്നും പറഞ്ഞു ശ്രുതി പറയുന്നതായിട്ട് ശ്രുതി അൾസറും കിഡ്നി സ്റ്റോണും ഒക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. അയ്യോ എൻ്റെ കിഡ്നി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കും കേട്ടോ. അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ വരുന്നത് വരട്ടെ, എനിക്ക് ഭക്ഷണം വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം ശരി ആൻറ്റി വാ ശ്രുതി നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോയി. ആൻറ്റി പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. പിന്നെ ശ്രുതി ഓടിപ്പോയി അവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുക. ഞാൻ ഇവിടെ ഇരിക്കാവേ, നീ അവിടെ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിച്ച് അങ്ങനെ ഇരുത്തുക ശ്രുതിയെ. അപ്പോൾ രേവതിയും സച്ചും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പാർലറേട്ടെത്തി അതെ ഈ ചിക്കൻ പീസ് ഉണ്ടല്ലോ നല്ല അലുവ പോലെ സോഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയുമ്പോൾ ഇവരിങ്ങനെ എടുത്ത് കഷ്ണമൊക്കെ നോക്കുക. അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. പിന്നെ ആ ഭാഗത്തൊരു ലെഗ് പീസ് ഇരിപ്പുണ്ട്, ആരാണാവോ അവിടെ ഇരിക്കുക, ഏത് ഭാഗ്യവാനാണോ ഏത് ഭാഗ്യവതിക്കാണോ അതെനിക്ക് കിട്ടുക, അപ്പോൾ ആ ഭാഗ്യവാൻ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് ശ്രുതി കേൾക്കാൻ നോക്കുമ്പം എഴുന്നേക്കാതെ ഇരിക്കടാ അവിടെ, നീ ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പാടില്ല എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. അപ്പോൾ അല്ലടാ നിന്റെ അമ്മ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അച്ഛാ ഞാനത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു പ്രസാദമാണ്, പ്രസാദം എന്ന് സച്ചി പറഞ്ഞപ്പം പ്രസാദം അല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനും ഇരിക്കാം. അച്ഛനും മക്കളും കൂടി ചന്ദ്രയെ അവിടെ ഇട്ട് വട്ടം കറക്കി ഒരു പരുത്തിലെത്തിക്കാം. അപ്പം നിങ്ങൾക്ക് ആർക്കും അറിയില്ല, എനിക്ക് റഹീം എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുണ്ട്, അവൻ്റെ വീട്ടിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു. ഇത് നേർച്ച ചോറ, എല്ലാവരും വിളിക്കുന്ന കൂട്ടത്തിൽ അവൻ എന്നെയും വിളിച്ചായിരുന്നു. നീയും വീട്ടിലുള്ള എല്ലാവരും കഴിക്കണമെന്നും പറഞ്ഞ് അവൻ സന്തോഷത്തോടെ തന്നയച്ചതാ ഇത്. അപ്പം നല്ല കാര്യമാണ് മോനെ, നല്ല കാര്യമാണ്. അവൻ സന്തോഷത്തോടെ തന്നത് നമ്മൾ സന്തോഷത്തോടെ കഴിക്കണം, അത് വേണം, അത് നല്ല കാര്യമാണെന്നും പറഞ്ഞ് രവിയേട്ടൻ. അപ്പം എന്നും പറഞ്ഞ് ശ്രുതി. അല്ല
ഇത് വെറും ബിരിയാണിയല്ല. ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ചാണോ ഈ ബിരിയാണി കഴിക്കുന്നത് ആ ഒരു ആഗ്രഹം നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ചന്ദ്രയെ കഴിക്കാനായിട്ട് പ്രലോഭിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. രേവതി ഇതൊക്കെ നേരാണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതേ പെട്ടെന്ന് തന്നെ നടക്കുക വെച്ചാൽ ഒട്ടും വൈകിക്കില്ല എന്ന് പറഞ്ഞ സച്ചി ആണോടാ അതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനും സച്ചിക്കും ഒപ്പം കൂടുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രയും ആണോ എന്നൊക്കെ ആലോചിക്കുന്നു. നമ്മളെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിട്ടുപോയവർ തിരികെ വരണമെന്ന് മനസ്സിലാഗ്രഹിച്ച് ബിരിയാണി കഴിച്ചാൽ വിട്ടുപോയവർ ഉടനെ തന്നെ നമ്മുടെ അടുത്ത് തിരികെ എത്തുമെന്നുള്ള കാര്യങ്ങളും സച്ചി പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്ര എത്തി വലിഞ്ഞു കിടക്കുന്നു. അതാണ് ഈ ബിരിയാണിയുടെ ശക്തി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയുന്നു. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കും. അപ്പോഴത്തേക്ക് അച്ഛൻ നോക്കുന്നുണ്ടോടാ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ സച്ചിയോട് പറഞ്ഞു. ചന്ദ്ര അന്നേരത്തേക്കും വരണം എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു ബിരിയാണിക്ക് ഇത്രയ്ക്കൊക്കെ കഴിവുണ്ടോ എന്ന് ശ്രുതി ചോദിക്കാം. പിന്നല്ലാതെ നീ എന്താ ഈ വിചാരിച്ചേ? എടാ ഈ ബിരിയാണിക്കേ പിരിഞ്ഞു പോയവരെ ചേർത്ത് നിർത്താൻ കഴിവുണ്ട്, ആഗ്രഹിച്ചതൊക്കെ നടത്താനും കഴിവുണ്ടടാന്ന് സച്ചി പറഞ്ഞു. സത്യമാണോടാന്ന് ശ്രുതി. അമ്മേ ഇവൻ പറഞ്ഞതൊക്കെ അമ്മ കേട്ടില്ലേ? മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്ന്. വാമ്മേ വന്ന് കഴിക്കമ്മേ വാമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടിരിക്കാം. കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. അമ്മേ വാമ്മേ എന്നും പറഞ്ഞ് വിളിക്കും. അമ്മേ ചന്ദ്രേ ദേ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സച്ചിയുടെ സുഹൃത്ത് ഈ ബിരിയാണി കൊടുത്തു വിട്ടതെന്ന് രവിയേട്ടൻ. പിന്നെ നല്ലത് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലേ? എനിക്ക് വിശക്കുന്നു, ഞാൻ ദേ കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ അതിനകത്തത് കൈയിട്ടു. സച്ചി രേവതി നിങ്ങൾ വന്ന് ഇരിക്കുവാ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചിരുത്തി. അപ്പോൾ രേവതി ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ദേ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുള്ളൂ എന്ന് സച്ചി നേരം പറഞ്ഞു. ചന്ദ്രേ വാ ഒന്ന് കഴിക്കുക, സച്ചി പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ പതുക്കെ ഞാൻ ബിരിയാണി കഴിച്ച അവൻ പെട്ടെന്ന് വരുമല്ലോ അതുകൊണ്ട് ഞാൻ കഴിക്കാം എന്നും പറഞ്ഞു ചന്ദ്ര. എന്നിട്ട് ചന്ദ്രമതിയെ കൊണ്ടുവന്നിരുത്തി. അങ്ങനെ എല്ലാവരും സ്പീഡിൽ കഴിക്കാം. അപ്പോൾ ഇത്രയും നേരം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചന്ദ്രയാണ് ഏറ്റവും സ്പീഡിൽ കഴിക്കുന്നത്. അതുപോലെ തന്നെ ശ്രുതിയും കഴിക്കുന്നത് കണ്ടിട്ട് സച്ചിയും അച്ഛനും രേവതിയൊക്കെ അന്തം വിട്ടിരിക്കുന്നതൊക്കെ എന്തോരം ആക്രാന്തമാടാതെ ഇത്. എല്ലാവരും ഒന്നിച്ച് കഴിക്കാൻ തുടങ്ങണം, അതല്ലേ അതിൻ്റെ ഒരു രീതി എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് സച്ചി രേവതി നിങ്ങളും ഇരിക്കുക, രണ്ടുപേരും ഇരിക്കുന്നു പറഞ്ഞ് അവരെയും വിളിച്ചിരുത്തി. പിന്നെ അവർ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുന്നു. ചന്ദ്രയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിരിയാണി. അപ്പം നന്നായിട്ടെടുത്ത് കഴിക്കുന്നു മനസ്സുതി. എൻ്റെ മോൻ വരാൻ വേണ്ടി ഞാനിത് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായി. മോൻ വരും, മോൻ ഉറപ്പായിട്ടും വരും. ബാക്കി വെക്കാതെ കഴിച്ചാൽ ഉടനെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് കേട്ട് എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ എന്ത് നല്ല ബിരിയാണി, ഇത്രയും നല്ലൊരു ബിരിയാണി ഞാനിതിന് മുന്നേ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു. ഇതേ പുറത്തുനിന്ന് വന്നൊരു പാചകക്കാരൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പം പുറത്തുനിന്ന് അറേബ്യയിൽ നിന്ന് വന്ന പാചകക്കാരനാണോ എന്ന് ശ്രുതി. അത് അറേബ്യയിൽ നിന്നാണോ മലേഷ്യയിൽ നിന്നാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ സച്ചി എടുത്തിടുമ്പോഴേക്കും ചിക്കൻ കാല് കടിച്ചു പറിക്കാനിരുന്ന നമ്മുടെ ചന്ദ്രമതി ആ ചിക്കൻ കാലും കൈ പിടിച്ചുകൊണ്ട് ഈ ഇരിപ്പായി. അപ്പോൾ എവിടെ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല, പുറം നാട്ടിൽ നിന്ന് വന്നതാണെന്ന് എനിക്കറിയൂ എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം അറേബ്യയിൽ നിന്നാണോ മലേഷ്യയിൽ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് സച്ചി പറഞ്ഞത് വീണ്ടും നമ്മുടെ ചന്ദ്രമതി റിവൈൻഡ് ചെയ്തു. എന്നിട്ട് ഈ ചിക്കക്കാലും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രവിയേട്ടൻ ഇത് കണ്ടുവിട്ടു. രവിയേട്ടൻ എന്നിട്ട് ചന്ദ്രയെ നോക്കുവാണേ. എന്ത് പറ്റി ചന്ദ്രേ? ഇവൻ മലേഷ്യ എന്ന് പറഞ്ഞപ്പോഴായി എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിക്കൻ പീസ് കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതെ, മലേഷ്യയിൽ നിന്ന് ഇവിടേക്ക് തിരിച്ച് നിന്റെ അച്ഛൻ എവിടെ പോയി എന്ന് ചന്ദ്രമതി ശ്രുതിയോട് ചോദിച്ചു. ബിരിയാണി മോഹം അവസാനിച്ചു. ബിരിയാണി ഇനി കഴിക്കാൻ പറ്റില്ലല്ലോ ശ്രുതിക്ക്. ആ സമയത്താണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുന്നത്. ശ്രുതിയുടെ കാര്യം കട്ടപ്പോകാം. അന്നേരം അച്ഛാ ബിരിയാണി അകത്ത് ചെന്നപ്പോൾ അമ്മ പഴയ അമ്മയായെന്നും എനിക്കൊരു സിനിമയുടെ പേരാട്ടോ ഓർമ്മ വരുന്നത്. അച്ഛനറിയാമോ ആ സിനിമയുടെ പേര് എന്നൊക്കെ ചോദിക്കുമ്പം അത് വേറെ മമ്മിയാടാന്ന് പറഞ്ഞു. അതെന്തേലും ആവട്ടെ, ഈ മമ്മി പഴയ മമ്മി ആയല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി പറയുമ്പോൾ പഴയ മമ്മിയോ? അപ്പോൾ ശ്രുതി നിന്റെ അച്ഛനെവിടെ പറയാൻ പറഞ്ഞു. ഇതിനിടയിൽ അത് ചോദിക്കാൻ ഞാൻ മറന്നു വരെ പോയി. നിന്റെ അച്ഛനെവിടെ പറയാൻ പറഞ്ഞു. അന്നേരത്തേക്ക് നമ്മുടെ ശ്രുതി അത് പിന്നെ ആൻറ്റി അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ബിരിയാണിയുടെ എല്ലാം മൂടും പോയി. ഞാൻ അച്ഛനെ ഫോൺ ചെയ്തിരുന്നു, പക്ഷേ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞിരിക്കുമ്പോൾ നീയല്ലേ പറഞ്ഞത് അച്ഛൻ എയർപോർട്ടിലെത്തി, ഫ്ലൈറ്റിൽ കയറി എന്നൊക്കെ. എന്നിട്ട് എവിടെയും നിന്റെ അച്ഛൻ എത്തിയില്ലല്ലോ, ഫംഗ്ഷനും വന്നതുമില്ല. അത് പിന്നെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അന്നേരം ഒന്നും പറയാനും പറ്റുന്നില്ല. എന്ത് പറ്റിയതാണെന്നൊന്നും എനിക്കറിയില്ല ആൻറ്റി. ഞാൻ കുറേ തവണ അച്ഛനെ
അങ്ങോട്ട് വിളിച്ചു. അച്ഛൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണെന്നുള്ള കാര്യം രേവതി ശ്രുതി പറയാം. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നീ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഇപ്പോഴും അത് അങ്ങനെ തന്നെ. നീ പറയുന്നതൊക്കെ സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പോൾ, അച്ഛാ, അമ്മയ്ക്ക് ഇപ്പോഴും ഇവളെ മനസ്സിലായിട്ടില്ല എന്ന കാര്യം നമ്മുടെ സച്ചി പറഞ്ഞു. അമ്മേ, എന്തെങ്കിലും അത്യാവശ്യം വന്നപ്പോൾ അദ്ദേഹം തിരികെ പോയി കാണും അമ്മേ. എടാ, അദ്ദേഹം ഫ്ലൈറ്റ് കയറിയെന്നല്ലേ പറഞ്ഞത്? ഫ്ലൈറ്റ് കയറിയ ആളെന്തിനാണ് തിരിച്ചു പോകുന്നതെന്ന് രവിയേട്ടൻ അന്നേരം ശ്രുതിയോട് ചോദിച്ചു. അയ്യോ, ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഉരുക്കുക. അല്ല, ഈ യാത്രക്കിടയിൽ ചില ഫ്ലൈറ്റുകൾ കാണാതെ വരാറുണ്ടല്ലോ. ഇനി അതുപോലെ ഇവളുടെ അച്ഛൻ വന്ന ഫ്ലൈറ്റും കാണാതായോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, ഫ്ലൈറ്റ് കാണാതായെങ്കിൽ പത്രത്തിലും ടി വിയിലൊക്കെ ന്യൂസ് കാണത്തില്ലേ എന്ന് ചോദിച്ചു രേവതി. അങ്ങനെ ഒരു ന്യൂസും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറഞ്ഞു. പിന്നെ രേവതി പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അതെ, ഇവളുടെ അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞേ. ഇവളുടെ ഇളയച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാളെ വിളിച്ച് ചോദിക്കാമായിരുന്നല്ലോ അച്ഛൻ എവിടെ പോയി, എന്ത് പറ്റിയെന്നൊക്കെ. അങ്ങനെ എന്താ ചെയ്യാതിരുന്നതെന്ന് സച്ചി ചോദിക്കാം. അന്നേരം അത് ശരിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ പറയണം. ആ സമയത്ത് നമ്മുടെ രേവതി അന്ന് അച്ഛമ്മയുടെ വീട്ടിൽ വന്നു പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ എന്ന് നമ്മുടെ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ തുറിച്ച് നോക്കുവാണേ. ഞാൻ ഇളയച്ചനെ പലതവണ വിളിച്ചിരുന്നു, ഇളയച്ചനും ഫോൺ എടുക്കുന്നില്ലെന്നുള്ള കാര്യം പറയാം ശ്രുതി. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ അച്ഛനും എന്നും പറഞ്ഞ് തലയാട്ടി. അന്നേരം ശ്രുതി, ഫംഗ്ഷന് നിൻ്റെ അച്ഛൻ വരുമെന്ന് പറഞ്ഞു, പക്ഷേ വന്നില്ല. ഫ്ലൈറ്റ് കയറിയെന്ന് നീ പറയുന്ന ആൾ ഇതുവരെയും ഇവിടെ എത്തിയിട്ടുമില്ല. ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്, ഇളയച്ഛൻ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. കള്ളം പറഞ്ഞെന്താ, എന്നെ പറ്റിക്കാണോ നീ എന്ന് ചോദിച്ച് ചന്ദ്ര ചെന്നില്ലേ ബിരിയാണി മേടിച്ചിട്ട് അറക്കാൻ കൊടുക്കുന്ന മാടിനെ പോലെ ആക്കി കളഞ്ഞു നമ്മുടെ ശ്രുതിയെ. സച്ചിയും അതുപോലെ രേവതിയും കൂടി ചന്ദ്രമതി ആ ബിരിയാണിയുടെ മുന്നിലിട്ട് ശ്രുതിയായിട്ട് കടിച്ച് വലിക്കുകയാണ്, ചിക്കൻ പീസ് കടിച്ച് വലിക്കുന്നത് പോലെ. ശ്രുതി വിണ്ടാട്ടം മുട്ടി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്നിടത്ത് എന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.